Good morning. നമ്മൾ ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബോയൻസി അല്ലേ? ബോയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. ഒന്നാമത്തെയാണ് ഡെൻസിറ്റി, രണ്ടാമത്തെയാണ് വോളിയം. ഡെൻസിറ്റി എന്താണ് പറയുന്നത്? ഡെൻസിറ്റിയും ബോയൻസിയും തമ്മിൽ ബന്ധം എന്ന് പറയുന്നത് ആസ് ഡെൻസിറ്റി ഇൻക്രീസസ് ബോയൻസി ഓൾസോ ഇൻക്രീസസ് അല്ലേ? ഡെൻസിറ്റി ജലത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ അതിലുള്ള ഡെൻസിറ്റി ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലവക്ഷമ ബലവും കൂടും. മലയാളം ബോയൻസിന് മലയാളം പറയാൻ കുറച്ച് കട്ടിയാണ് അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ ഡെൻസിറ്റി ഇൻക്രീസസ് ബോയൻസി ഓൾസോ ഇൻക്രീസസ്. ഇനി അടുത്തത് നമ്മൾ നോക്കിയത് എന്താണ്? വോളിയത്തിൻ്റെ കാര്യമാണ് നോക്കിയത് അല്ലേ? വോളിയം ഇൻക്രീസസ് ബോയൻസി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഡെൻസിറ്റി കൂടിയാലും ബോയൻസി കൂടും. ഒരു മറ്റിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ വോളിയം കൂടിയാലും ബോയൻസി കൂടും നമ്മൾ പഠിച്ചു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ആർക്കിമിഡീസിൻ്റെ സിദ്ധാന്തമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. When an object is in fluid, is there any relation between the weight of the fluid displaced and its buoyancy? അപ്പോൾ നമ്മളൊരു വസ്തു വെള്ളത്തിലേക്ക് ഇട്ടു അല്ലേ? അപ്പോൾ ഒരു വസ്തു വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം എന്താണ്? കുറച്ച് വെള്ളം അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അല്ലേ? ഒരു നിറഞ്ഞ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളൊരു കല്ലിടാന്ന് നോക്കിയാൽ ഗ്ലാസ്സിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് പോകും അല്ലേ? അപ്പോൾ ആ ഇട്ട കല്ലും പുറത്തേക്ക് ഒഴുകിയ വെള്ളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളോട് നോക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വഴി അതിനൊരു ബന്ധം കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ബോയൻസി ഓൺ എ സ്റ്റോൺ ആൻഡ് ആൻ അയൺ ബ്ലോക്ക് ഇൻ വാട്ടർ. എന്താണ്? വെള്ളത്തിൽ വെച്ചിട്ട് ഒരു അയൺ ബ്ലോക്കിൻ്റെയും ഒരു ഇരുമ്പ് കല്ലിൻ്റെയും ബോയൻസി നോക്കുക. യൂസിങ് ആൻ ഓവർഫ്ലോയിങ് ജാർ ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് വാട്ടർ they have displaced. എന്താണ്? അതുപോലെ തന്നെ എന്താണ്? ഈ കല്ല് ഇട്ടപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകി കാണും അല്ലേ? ആ ഒഴുകിയ വെള്ളം നമ്മളൊരു കളക്ട് ചെയ്യാനുണ്ട്. ആ ഫിഗർ 1.60 കൊടുത്തിട്ടുണ്ട്. ഓവർഫ്ലോയിങ് ജാറിൽ വെച്ചിട്ട് ആ ഒഴുകിയ വെള്ളം പുറത്തേക്ക് കല്ലിട്ടിപ്പോൾ ഡിസ്പ്ലേസ് ആയ വെള്ളം പുറത്തേക്ക് വന്ന വെള്ളത്തിൻ്റെ ഒരു കളക്ടിങ് ജാറിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫിഗറിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ് ഫൗണ്ട് ഔട്ട് ദ വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോ. അപ്പോൾ കല്ലിട്ടപ്പോൾ നിറഞ്ഞു പോയ വെള്ളം നമ്മൾ ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അതിൻ്റെ വെയിറ്റ് നോക്കി എന്നിട്ട് നമ്മൾ അത് തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ബോക്സിലേക്ക് പോവാം. വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ. അപ്പോൾ സ്റ്റോണും അയൺ ബ്ലോക്കാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റോണും അയൺ ബ്ലോക്കും ഞാൻ നിങ്ങൾക്ക് വാല്യൂസ് തരാം, എന്നാലും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റ് നമ്മളോട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോൺ അയൺ ബ്ലോക്ക്. എന്താണ് ഇവിടെ? വെയിറ്റ് ഇൻ എയർ നോക്കണം. വെയിറ്റ് ഇൻ എയർ എന്താണ്? വെയിറ്റിന് ഷോർട്ട് ഫോം ആക്കി എഴുതുന്നത് വെയിറ്റ് ഇൻ വാട്ടർ. അടുത്തത് എന്താണ്? ലോസ് ഓഫ് വെയിറ്റ് ആണെങ്കിൽ ബോയൻസി. ലോസ് ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോ, പുറത്തേക്ക് പോയ വെള്ളത്തിന്റെ അളവ്, വെയിറ്റ്. വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ടേബിൾ നോട്ട്ബുക്കിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഷോർട്ടാക്കി ബോർഡിൽ കൊള്ളാൻ കരുത്തിയാണ് എഴുതുന്നത്. അപ്പോൾ സ്റ്റോണിന് നമ്മൾ എയറിൽ വെച്ച് നോക്കി, പുറത്ത് വെച്ച് തൂക്കി കഴിയുമ്പോൾ അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 120 ന്യൂട്ടനാണ്. 120. അത് വെള്ളത്തിലിട്ട് തൂക്കി കഴിയുമ്പോൾ അതിൻ്റെ ഭാരം എത്രയായിട്ട് കുറഞ്ഞു? 70 ന്യൂട്ടനായിട്ട് കുറഞ്ഞു. അപ്പം പുറത്ത് 120 ന്യൂട്ടനുള്ള കല്ല് നമ്മൾ വെള്ളത്തിലിട്ട് അളന്ന് കഴിഞ്ഞപ്പോൾ 70 ന്യൂട്ടനായിട്ട് കുറഞ്ഞു. കാരണം നമ്മൾ പഠിച്ചു ഡ്യൂ ടു കുറയാൻ കാരണം എന്താണ്? ബോയൻസി ആണ് അല്ലേ? ആ ലിക്വിഡ് ഈ കല്ലിന് ഒരു അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊണ്ടാണ് കല്ലിൻ്റെ കനം കുറഞ്ഞത്, 70 ആയത്. ഈ ലോസ് ഓഫ് വെയിറ്റ് എന്താണ്? ഈ എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വെയിറ്റിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ വെയിറ്റിന്റെ കുറവ് എത്രയാണ്? ഇങ്ങനെ കണ്ടുപിടിക്കാം. എയറിൽ 120, വെള്ളത്തിൽ 70. അപ്പോൾ ആ തൂക്കത്തിലുണ്ടായ വ്യത്യാസം എത്രയാണ്? 120 മൈനസ് 70. 120 മൈനസ് 70 എത്രയാണ്? ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ അല്ലേ? രണ്ട് നമ്മൾ മൈനസ് ചെയ്താൽ മതി വെയിറ്റിന്റെ ലോസ് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ എയറിൽ വെച്ച് നോക്കിയപ്പോൾ 120 ന്യൂട്ടൺ, വെള്ളത്തിൽ വെച്ച് നോക്കിയപ്പോൾ 70 ന്യൂട്ടൺ. അപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വെയിറ്റിൽ തമ്മിലുള്ള വ്യത്യാസം.
അവരുടെ ഭാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ. ഇനി നമ്മൾക്ക് ഒരു സാധനം കൂടി അളക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ കല്ല് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകി. അപ്പോൾ ആ വെള്ളം നമ്മളൊരു ജാറിൽ കളക്ട് ചെയ്തു അല്ലേ. ഇനി ആ വെള്ളത്തിൻ്റെ വെയിറ്റ് കൂടി നമ്മൾ നോക്കി. ആ വെള്ളത്തിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ കിട്ടിയത് നമുക്ക് 15 ന്യൂട്ടൺ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് സ്റ്റോണിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടിയില്ല. 15 ന്യൂട്ടൺ ഓവർഫ്ലോ കേട്ടോ. സ്ഥലത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ്? നമുക്ക് സ്റ്റോണിൻ്റെ എല്ലാ വെയിറ്റും കിട്ടി. നമ്മൾ അയൺ ബ്ലോക്ക് കൊണ്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തു അല്ലേ. ആ വെള്ളത്തിലേക്ക് നമ്മൾ അയൺ ബ്ലോക്ക് ഇട്ടപ്പോൾ അയൺ ബ്ലോക്ക് എയറിൽ വെച്ച് തൂക്കിയപ്പോൾ അതിൻ്റെ കനം എത്രയായിരുന്നു? 780 ന്യൂട്ടനാണ് എയറിൽ വെച്ച് തൂക്കിയപ്പോൾ അതിൻ്റെ കനം. നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളത്തിലേക്ക് വെച്ച് തൂക്കിയപ്പോൾ അതിൻ്റെ കനം കുറഞ്ഞു കാണും ഡ്യൂ ടു ബോയൻസി അല്ലേ. ബോയൻസി കാരണം അതിൻ്റെ കനം കുറഞ്ഞു. അതിൻ്റെ 680 ന്യൂട്ടനായിട്ട് കുറഞ്ഞു. ഇനിയും എന്താണ് ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്? ഈ ഭാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ വേറൊരു പേരുണ്ടെങ്കിൽ പറയും. എന്താണ്? എൻ്റെ പേരിൽ പറയുന്ന പേരാണ് ഈ ലോസ് ഓഫ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ബോയൻസി. അങ്ങനെയല്ലേ നമ്മൾ ബോയൻസി മെഷർ ചെയ്യാൻ പഠിച്ചത്. ഒരു വസ്തുവിൻ്റെ ബോയൻസി നമ്മൾ മെഷർ ചെയ്യാൻ എങ്ങനെയാണ്? ആ വസ്തു എയറിൽ വെച്ചിട്ട് അതിൻ്റെ തൂക്കം നോക്കി, വെള്ളത്തിൽ വെച്ചിട്ട് തൂക്കം നോക്കുക. എന്താണ്? ആ തൂക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? ബോയൻസി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ബോയൻസി എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പോൾ നമുക്ക് ബോയൻസി എന്നും കൂടി ഈ ഹെഡിങ് ടേബിളിൽ കൊടുക്കാം. ബോയൻസി അല്ലെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് രണ്ടും സെയിം അർത്ഥാണ് വരുന്നത്. അപ്പോൾ ഈ അയൺ ബ്ലോക്കിന്റെ ബോയൻസി എത്രയാണ് നോക്കാം. 780 മൈനസ് 680 എത്രയാണ്? 100 അല്ലേ. 100 ന്യൂട്ടൺ ആണ് അയൺ ബ്ലോക്കിന്റെ ബോയൻസി. നമ്മൾ ഈ അയൺ ബ്ലോക്ക് ഇട്ടപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകി അല്ലേ. ആ വെള്ളം നമ്മൾ കളക്ട് ചെയ്ത് ജാറിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റും കൂടി നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 100 ന്യൂട്ടൺ എന്നാണ് അതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ടേബിൾ ശ്രദ്ധിച്ചേ. ഈ പുറത്തേക്ക് ഒഴുകിയ വെള്ളവും ബോയൻസിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾ കാണുന്നുണ്ടോ? പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ പെട്ടി ബോക്സ് ഏതാണ്? ഇത് രണ്ടും നോക്കാനാണ് ചോദ്യം. ഇത് പുറത്തേക്ക് ഒഴുകിയ വെള്ളം. നമ്മൾ കല്ല് വെള്ളത്തിലേക്ക് ഇട്ടിപ്പോൾ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് കിട്ടി? 15 ന്യൂട്ടൺ ആണ് കിട്ടി. അതിൻ്റെ ബോയൻസി എത്രയാണ് ആൾക്ക് കിട്ടിയത്? 15 ന്യൂട്ടൺ തന്നെ കിട്ടി അല്ലേ. അപ്പോൾ രണ്ടും സെയിം ആയിട്ട് കിട്ടി. ഇനി അയൺ ബ്ലോക്ക് ഇട്ടപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കി. അയൺ ബ്ലോക്ക് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ. ഇനിയും അതിൻ്റെ ബോയൻസി എന്തെന്നെ കിട്ടി? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 100 ന്യൂട്ടൺ തന്നെ കിട്ടി. ഇവിടെ സെയിം തന്നെ കിട്ടി. അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ല. ബോയൻസി എന്ന് പറയുന്നത് വെള്ളം നമ്മളൊരു കല്ലിട്ടപ്പോൾ അല്ലെങ്കിൽ അയൺ ബ്ലോക്ക് ഇട്ടപ്പോൾ ആ ജാറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് ടേബിളിൽ കൂടെ മനസ്സിലായി അല്ലേ. ഇനി ബാക്കി നമുക്ക് വായിച്ച് നോക്കാം. അപ്പോൾ കുറച്ച് ആൻസേഴ്സ് ഫില്ല് ചെയ്യാനുണ്ട്. ആൻസേഴ്സ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് നോക്കാം. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ലോസ് ഓഫ് വെയിറ്റ് ഓർ ബോയൻസി ഓഫ് സ്റ്റോൺ ഇൻ വാട്ടർ. വാട്ടറിൻ്റെ ബോയൻസി എത്രയാണ്? വാട്ടറിൻ്റെ ബോയൻസി അല്ല, വെള്ളത്തിൽ കല്ലിട്ടപ്പോൾ സംഭവിച്ച ബോയൻസി എന്ത് കിട്ടും നമുക്ക്? എന്താണ്? 15 ന്യൂട്ടൺ. അപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്താൽ 15 ന്യൂട്ടൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ സ്റ്റോൺ ആൻഡ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. എന്താണ്? ഈ കല്ലിൻ്റെ ബോയൻസിയും കല്ലിട്ടപ്പോൾ പുറത്തേക്ക് ഒഴുകിയ വെള്ളവും തമ്മിൽ ഉള്ള ബന്ധം കണ്ടെത്തുക. എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. എന്താണ്? കല്ലിൻ്റെ ബോയൻസി നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? രണ്ട് വെയിറ്റുകൾ തമ്മിൽ കുറച്ചെങ്കിൽ നമുക്ക് കല്ലിൻ്റെ ബോയൻസി കിട്ടും. അപ്പോൾ 120 മൈനസ് 70 15 ന്യൂട്ടൺ ആണ് കല്ലിൻ്റെ ബോയൻസി എന്ന് കിട്ടി. നമ്മളോട് ചോദ്യം ഈ ബോയൻസിയും എന്താണ്? കല്ലിട്ടപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകിയല്ലേ, ആ ഒഴുകിയ വെള്ളത്തിൻ്റെ വെയിറ്റും തമ്മിൽ എന്തെങ്കിലും എന്താണ് റിലേഷൻ, എന്തെങ്കിലും ബന്ധം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? നോക്കിയേ 15 ന്യൂട്ടൺ 15 ന്യൂട്ടൺ. അപ്പോൾ എന്ത് ചെയ്താൽ സെയിം, ദേ ബോത്ത് ആർ സെയിം അല്ലേ, രണ്ടും സമമാണല്ലേ. ഇവിടെ 15 ന്യൂട്ടൺ ഇവിടെ 15 ന്യൂട്ടൺ. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ഇതേ ബോത്ത് ആർ സെയിം നമുക്ക് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതാം. What is the relation between the buoyancy experienced by the iron block and weight of water displaced by it? നമ്മൾ അയൺ ബ്ലോക്കിന്റെ കാര്യത്തിലേക്ക് പോരാണ്. അപ്പോൾ അയൺ ബ്ലോക്കിന്റെ ബോയൻസി എത്രയാണ്? അയൺ ബ്ലോക്കിന്റെ ബോയൻസി 100 ന്യൂട്ടൺ ആണ് കിട്ടി. എങ്ങനെയാണ് ബോയൻസി 100 ന്യൂട്ടൺ കിട്ടിയത്? അതിലെ എയറിലുള്ള അതിന്റെ വെയിറ്റ് പുറത്ത് വെച്ച് ആ അയൺ ബ്ലോക്ക് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് 780 ന്യൂട്ടൺ കിട്ടി. നമ്മൾ വെള്ളത്തിലിട്ട് വെയിറ്റ് എടുത്തപ്പോൾ 680 ന്യൂട്ടൺ കിട്ടി. ഈ രണ്ട് ഭാരങ്ങളുടെയും വ്യത്യാസമായിരിക്കും എന്ത് തരാം? ബോയൻസി തരാം. അപ്പോൾ നിങ്ങളോടൊരു എന്താണ് ഹൗ ടു കാൽക്കുലേറ്റ് ബോയൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വസ്തുവിൻ്റെ ബോയൻസി കണ്ടുപിടിക്കാൻ നിങ്ങൾ ചോദ്യം തരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ രണ്ട് തൂക്കങ്ങൾ തന്നിട്ടെന്ന് വയ്ക്കുക. ഒരു വസ്തു എയറിൽ അളന്നപ്പോൾ
780 ന്യൂട്ടൺ ആണ്. ഒരു വസ്തു, ആ വസ്തു തന്നെ വെള്ളത്തിലിട്ട് അളന്നപ്പോൾ 680 ന്യൂട്ടൺ ആയിട്ട് അതിന്റെ ഭാരം മാറി. എങ്ങനെയെങ്കിൽ അതിന്റെ ബോയൻസി എത്ര, പ്ലവക്ഷമ ബലം എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം? ഈ വെയിറ്റുകൾ തമ്മിൽ കുറച്ചാൽ മതി. എപ്പോഴും വെയിറ്റ് കൂടുതൽ എവിടെയായിരിക്കും? എയറിൽ തൂക്കണേനായിരിക്കും വെയിറ്റ് കൂടുതൽ. വെള്ളത്തിലിടുമ്പോൾ വെയിറ്റ് കുറയാനുള്ള കാരണം ബോയൻസിയാണ്. ആ ബോയൻസി കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് വെയിറ്റുകളുടെ തമ്മിൽ മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമുക്ക് ബോയൻസി. അപ്പോൾ രണ്ട് വെയിറ്റും നമ്മൾ കുറച്ചപ്പോൾ നമുക്ക് കിട്ടി ബോയൻസി 100 ന്യൂട്ടൺ കിട്ടി. നമ്മളോട് ചോദിച്ചത് ഇതല്ല, ബോയൻസിയും അയേണിൻ്റെ ബോയൻസിയും അയേൺ ഇട്ടപ്പോൾ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ വെയിറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾ കാണുന്നുണ്ടോ? എന്താണ് നോക്കുക? 100 ന്യൂട്ടൺ 100 ന്യൂട്ടൺ. ഇവിടെ എന്തെന്ന് കിട്ടി? ബോത്ത് ആർ സെയിം അല്ലേ? ബോയൻസിയും പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ വെയിറ്റും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് നമ്മൾ എന്ത് മനസ്സിലാക്കി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദിസ്? ഈ എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ. ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറയും അല്ലേ? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. എന്താണ്? ബോയൻസി ഈസ് ഈക്വൽ ടു, ബോയൻസി എന്ന് പറയുന്നു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. എന്താണ്? നമ്മളൊരു വസ്തു വെള്ളത്തിലിട്ടു, അപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകി കാണും അല്ലേ? കുറച്ച് വെള്ളം ഓവർഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒഴുകി. അപ്പോൾ ആ വെള്ളത്തിന് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ തൂക്കം നോക്കി. അപ്പോൾ ബോയൻസിയും ആ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ തൂക്കവും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ബോയൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു വസ്തു വെള്ളത്തിലിടാം, ആ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിന്റെ തൂക്കം നോക്കിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബോയൻസി കണ്ടുപിടിക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബോയൻസി കണ്ടുപിടിക്കാനുള്ള സെക്കൻഡ് മെത്തേഡാണ് പഠിക്കുന്നത്. നമ്മൾ ആദ്യം ബോയൻസി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഇൻ വാട്ടർ അല്ലേ? നമ്മൾ ആദ്യം പഠിച്ചു ബോയൻസി കണ്ടുപിടിക്കുന്നതിന് ഫസ്റ്റ് മെത്തേഡ് പഠിച്ചത് എന്താണ്? ഒരു വസ്തുവിനെ എയറിൽ വെച്ച് ഭാരം നോക്കുക, അതേ വസ്തുവിനെ തന്നെ വെള്ളത്തിലിട്ട് ഭാരം നോക്കുക. ഈ ഭാരങ്ങളുടെ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസമായിരിക്കും ബോയൻസി. നമ്മൾ ഫസ്റ്റ് പഠിച്ചു. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുകയാണ് ബോയൻസി എന്തിന് ഈക്വലാണ്? നമ്മളൊരു വസ്തു വെള്ളത്തിലിടുമ്പോൾ ആ വസ്തു എന്താണ്? വെള്ളത്തിലിടുമ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കല്ലൊക്കെ ഇട്ടും കുറച്ച് വെള്ളം അങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുറത്തേക്ക് തെറിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആ തെറിക്കുന്ന വെള്ളം നമ്മൾ കളക്ട് ചെയ്തു, ഈ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന് നമ്മൾ കളക്ട് ചെയ്തു. ആ വെള്ളം നമ്മൾ തൂക്കി നോക്കുക, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും ബോയൻസിയിലും കിട്ടുന്ന സെയിം തന്നെയായിരിക്കും. ബോയൻസി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡും സെയിം ആയിരിക്കും. അതാണ് നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് പഠിച്ച മെയിൻ കാര്യം. ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് അല്ലേ? You have learned that buoyancy of a liquid exerts an object is equal to the weight of the liquid displaced, right? This is called Archimedes principle. അപ്പോൾ എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? ഇതാണ് ഇപ്പോൾ പഠിച്ച സംഭവമാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു വസ്തുവിൻ്റെ ബോയൻസി എന്ന് പറയുന്നത് ആ വസ്തു വെള്ളത്തിലിടുമ്പോൾ ഫ്ലൂയിഡിലിടുമ്പോൾ പുറത്തേക്ക് ഒഴുകിയ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ആണ് ബോയൻസി. ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. നമുക്ക് ഷോർട്ട് ഫോമിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ബോയൻസി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ഒരു വസ്തു നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് ആണ് ബോയൻസി. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്ക് ബോക്സിൽ തന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. When an object is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. എന്താണ് പറയുന്നത്? ഒരു വസ്തു ഫ്ലൂയിഡിൽ പാർഷ്യലി എന്ന് പറഞ്ഞാൽ ഭാഗികമായോ മുഴുവനുമായോ എന്താണ് മുങ്ങിയിരിക്കുമ്പോൾ, ദ്രവത്തിൽ നമ്മൾ ഇടുമ്പോൾ, ഫ്ലൂയിഡിൻ്റെ മലയാളം ദ്രവം, ഒരു വസ്തു ഭാഗികമായോ മുഴുവനുമായോ ഒരു ദ്രവത്തിൽ നമ്മൾ ഇടുമ്പോൾ എന്താണ്? ആ ബോയൻസി അവിടെ ക്രിയേറ്റ് ചെയ്യില്ല, ആ ഫ്ലൂയിഡ് ഒരു ബോയൻസി കൊടുക്കും. ആ ബോയൻസി എന്ന് പറയുന്നത് എന്താണ്? ആ പ്രവശമ ബലം എന്തിനു തുല്യമായിരിക്കും? നമ്മൾ ഇടുമ്പോൾ ആ കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകും. ആ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ആ വസ്തുവിൻ്റെ ബോയൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റ വാക്കിൽ ഓർത്ത് വയ്ക്കാനും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ബോയൻസി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ബോയൻസി എന്ന് പറയുന്നതും പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ വെയിറ്റും എന്താണ്? ഈക്വൽ ആണ്. Archimedes principle ഒന്നെ വായിക്കാം. When an object is immersed partially or completely in a fluid, the buoyancy experienced by it
ഈ വിൽ ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. എന്താണ്, ഒരു വസ്തു ഭാഗികമായോ മുഴുവനുമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ എന്താണ് ആ ദ്രവം അനുഭവിക്കുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എന്താണ്, അത് ഇടുമ്പോൾ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിന്റെ ഭാരത്തിന് തുല്യമാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളൊരു വലിയ ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു കല്ലിടുക. അല്ലെങ്കിൽ കല്ലിടുമ്പോൾ എന്ത് സംഭവിക്കും, കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും അല്ലേ. ആ പുറത്തേക്ക് പോകുന്ന വെള്ളം നിങ്ങൾ കളക്ട് ചെയ്യുക. ഒരു മേശപ്പുറത്തേക്ക് വെച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കല്ലിടുക, കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകും. ആ പുറത്തേക്ക് ഒഴുകിയ വെള്ളം നിങ്ങളൊരു ഗ്ലാസ്സിൽ തന്നെ കളക്ട് ചെയ്യുക. എന്താ ചെയ്യുക, ആ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ കനം നിങ്ങൾ നോക്കുക. ആ കനം നോക്കി കഴിയുമ്പോൾ വെയിറ്റ് നോക്കുക. വെയിറ്റ് നോക്കി കഴിയുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്, ആ വെയിറ്റും ബോയൻസിയും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ബോയൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറയുന്നത്, ആ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ ഭാരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോയൻസി കണ്ടുപിടിക്കാമെന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡി പറയുന്നത് അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളായിട്ട് അറിയപ്പെടുന്നത്. ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. എപ്പോഴൊക്കെയാണ് അത് നിങ്ങൾക്ക് സെൻറ്റൻസ് ആ ബോക്സിൽ നിന്നാണ് ശരിക്കും പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് immersed, എവിടെയാണ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ എ ഫ്ലൂയിഡ്. ഒരു വസ്തു മുഴുവനായോ ഭാഗികമായോ ഒരു ഫ്ലൂയിഡ് എന്താണ് പറഞ്ഞാൽ ഫ്ലൂയിഡിലിരിക്കുമ്പോഴല്ലേ, കംപ്ലീറ്റ്ലി ഇൻ എ ഫ്ലൂയിഡിലിരിക്കുമ്പോഴാണ് ഈ ബോയൻസി നടക്കില്ല. ഫ്ലൂയിഡിൽ മാത്രം ബോയൻസിൻ്റെ ഫോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അതാണ് ഞാൻ പറഞ്ഞു, കിണറിൽ നിന്ന് നമ്മൾ വെള്ളം കോരുമ്പോൾ വെള്ളത്തിൽ വെച്ച് കോരാൻ എളുപ്പവും വെള്ളത്തിന് പുറത്തേക്ക് ബക്കറ്റ് എത്തിക്കഴിയുമ്പോൾ കോരാൻ ഭാരവുമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ബോയൻസി. അപ്പോൾ എപ്പോഴും ബോയൻസി ഫ്ലൂയിഡിൽ മാത്രമാണ് ബോയൻസി ഉണ്ടാവുള്ളൂ. സോളിഡിലൊന്നും ബോയൻസി ഇല്ല, ഓൺലി ഇൻ ഫ്ലൂയിഡ്സിലാണ് ബോയൻസി ഉള്ളത്. അപ്പം വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഫുള്ളി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ് ദ ഫ്ലൂയിഡ് എക്സ്പീരിയൻസ് എ ബോയൻസി അല്ലേ. ആ ഫ്ലൂയിഡിന് ഒരു ബോയൻസി ഉണ്ടാവും. ബോയൻസി ഈസ് ഈക്വൽ ടു, ആ ബോയൻസി എന്തിന് ഈക്വൽ ആണ്, ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ആ വസ്തു ഇടുമ്പോൾ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ വെയിറ്റിന് സമമാണ് അതിനുള്ള പ്ലവക്ഷമ ബലം എന്നാണ് ആർക്കിമിഡി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ മനസ്സിലായി കാണും. ആ ബോക്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ബോക്സ് നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് ഇതുകൊണ്ട് എഴുതി വയ്ക്കുക. ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലേക്ക് ഇത് തന്നെ. ഇതിന് റിലേറ്റ് ചെയ്ത് നിങ്ങൾ സെൻറ്റൻസ് ബിൽഡപ്പ് ചെയ്യാൻ നോക്കാം. നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആർക്കിമിഡീസിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് സൈഡിൽ ബോക്സിൽ. ജസ്റ്റ് ആർക്കിമിഡീസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് നോക്കാം. ആർക്കിമിഡിയുടെ ജീവിതത്തിൽ നടന്നൊരു ഇമ്പോർട്ടൻ്റ് വഴി ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് അല്ലേ. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്ന ഒരു കഥയൊക്കെ നമുക്ക് പറയുന്നുണ്ട്. ആ കഥ നമുക്കൊന്ന് നോക്കാം. ഈ ആർക്കിമിഡീസ് എങ്ങനെയാണ് ഈ ബോയൻസിയും പുറത്തേക്ക് ഒരു വെള്ളത്തിൻ്റെ വെയിറ്റും ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചിരുന്നത് നമുക്ക് നോക്കാം. എന്താണ്, അപ്പോൾ നമ്മുടെ ആർക്കിമിഡീസ് സൈറാക്യൂസിലാണ് ജനിച്ചത്. 287 BC ജനിച്ചത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചൊരു ആളാണ് ആർക്കിമിഡീസ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഹീറോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തെ രാജാവ്. അപ്പോൾ എന്താ ഹീറോ കമ്മീഷൻ്റെ ഗോൾഡ് സ്മിത്ത് ടു ഫാബ്രിക്കേറ്റ് എ ക്രൗൺ. എന്താണ്, ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ കൊടുത്തിട്ട് ഒരു സ്വർണ്ണ കിരീടം ഉണ്ടാക്കി. അവിടുത്തെ കിങ് ഈ കിരീടം ആർക്കിമിഡീസിൻ്റെ കൈ കൊടുത്തിട്ട് ചോദിച്ചു, എന്താണ് ഈ കിരീടത്തിൽ എന്തെങ്കിലും കൃത്രിമം ആ തട്ടാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഈ കിരീടം മൊത്തം സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചതാണോ, അതായത് സ്വർണ്ണത്തിനോട് ചെമ്പ് ചേർത്തിട്ടുണ്ടോ. കിങ് എങ്ങനെയാണ് പറഞ്ഞത്, മൊത്തം സ്വർണ്ണത്തിൽ നിർമ്മിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ തട്ടാൻ എന്തെങ്കിലും മായം ആ കിരീടത്തിൽ ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ കിരീടം ആർക്കിമിഡീസിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് രാജാവ്. അപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 916 ഹോൾ മാർക്കിംഗ് ഒന്നുമില്ല അല്ലേ. ഇന്ന് നമുക്ക് അറിയാൻ പറ്റില്ലേ സ്വർണ്ണം ഏതാന്ന്. അങ്ങനെ 916 ഹോൾ മാർക്കിങ് സ്വർണ്ണത്തിന് ഉണ്ടാവും, സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ അല്ലേ. അന്ന് ഈ മാർക്കിങ്ങും അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാത്ത തന്നെ ഇത് അറിയാനായിട്ട് എന്താ ചെയ്യുക, ആർക്കിമിഡീസ് ചെയ്തത് അതിൻ്റെ ഡെൻസിറ്റി നോക്കുക എന്നാണ് ഒരു കാര്യം. ഈ ക്രൗണിൻ്റെ ഡെൻസിറ്റി നോക്കുക. ഡെൻസിറ്റി നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഡെൻസിറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ബൈ വോളിയാണ്. അപ്പോൾ ഒരു ക്രൗണിൻ്റെ ഡെൻസിറ്റി സാന്ദ്രത നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ് ഡിവൈഡ് ബൈ വോളിയം. അപ്പോൾ എന്താ, ഈ വോളിയം ഈ ക്രൗണാണെങ്കിൽ കേടുപാടൊന്നും പറ്റാനും പാടില്ല അല്ലേ. അപ്പോൾ ഈ ക്രൗണിന് കേടുപാടൊന്നും പറ്റാണ്ട് ഈ വോളിയം എത്ര ഉണ്ടെന്ന് എങ്ങനെ അറിയാമെന്ന് ഇങ്ങനെ ആർക്കിമിഡീസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് ഒരു ദിവസം ആ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആർക്കിമിഡീസ് കുളിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ കുളിക്കാൻ വേണ്ടി പോയി ബാത്ത് ടബ് അല്ലേ, കിടന്ന് കുളിക്കുന്നതൊക്കെ അറിയാം ബാത്ത് ടബ് എന്താണ്. അപ്പോൾ ആർക്കിമിഡീസ് ബാത്ത് ടബിലേക്ക് കയറിയപ്പോൾ എന്താണ്, കുറച്ച് വെള്ളം ബാത്ത് ടബിൻ്റെ പുറത്തേക്ക് ഒഴുകി. അപ്പോഴാണ് ആർക്കിമിഡീസിന് എന്ത് തോന്നിയത്, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഞാനിരുന്നപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് പോയത്.
ഒരു ഐഡിയ അപ്പോഴാണ് ആർക്കിമിഡീസിന് കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത്. അപ്പോഴാണ് ആർക്കിമിഡീസ് യുറേക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലേ, യുറേക്ക എന്ന് വിളിച്ചിട്ട് ആ കുളിച്ചുകൊണ്ടിരിക്കുന്ന പാടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി എന്ന് പറയുന്നത്, യുറേക്ക എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ആർക്കിമിഡീസിന്റെ തലയിൽ ഈ ഐഡിയ ഉദിച്ചത്? അപ്പോഴാണ്, കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഐഡിയ ഉദിച്ചത്. അപ്പോൾ യുറേക്ക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലേ, അത് ഈ കഥയുടെ ഭാഗമായിട്ടാണ് ആർക്കിമിഡീസിനാണ് സംഭവിച്ചത്. എന്ത് ചെയ്തു? അപ്പം ആർക്കിമിഡീസ് അങ്ങനെ ഈ ബോയൻസി ഉപയോഗിച്ച് എന്താണ് ഈ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് ഈ ക്രൗൺ വെള്ളത്തിലിട്ട് എന്തോരം വെള്ളം ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടോ നോക്കി അതിന്റെ വോളിയം ഡെൻസിറ്റി നോക്കിയിട്ട് എന്ത് ചെയ്തു? ആർക്കിമിഡീസ് കണ്ടുപിടിച്ചു ഈ ക്രൗണിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഈ ക്രൗണിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടെന്ന് ആർക്കിമിഡീസ് കണ്ടുപിടിച്ചു. ഇതൊക്കെ വളരെ ഒരു പഴയ കാലത്ത് നടന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്, അങ്ങനെയാണ് ഈ ആർക്കിമിഡീസ് ബോയൻസി ഫോഴ്സും ഈ ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് കണ്ടുപിടിക്കാൻ സാഹചര്യമായ കഥയാണ് ആ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അത് പരീക്ഷിക്കും ചോദിക്കില്ല, ജസ്റ്റ് ആർക്കിമിഡീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് കണ്ടുപിടിക്കാണ്ടായ സാഹചര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹി വാസ് സ്റ്റാബ്ഡ് ടു ഡെത്ത് ബൈ എ റോമൻ സോൾജിയർ ഇൻ 212 BC ഡ്യൂറിംഗ് ദി സെക്കൻഡ് പ്യൂനിക് വാർ. എന്താണ്? ഒരു പട്ടാളക്കാരൻ്റെ കയ്യിൽ നിന്നാണ് കുത്തേറ്റാണ് മരിച്ചത് ആർക്കിമിഡീസ്. എന്താണ്? when this happened he was engaged in the complicated mathematical activities related to circles. അപ്പോൾ സർക്കിളിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തായിരുന്നു, സർക്കിളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തായിരുന്നു അയാൾ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പഠിച്ചിരുന്നതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്. ഒറ്റ വാക്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം. Archimedes principle says that buoyancy is equal to weight of the fluid displaced. എന്താണ് ആ ബോക്സ് എന്താണ് ശരിക്കുമുള്ള സെന്റൻസ് ആയിട്ട് തന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക എപ്പോഴും. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് മനസ്സിൽ ഓർമ്മ തന്നെ. അതുകൊണ്ട് ഈ അർത്ഥം പോവാതെ ഇതിന്റെ സെന്റൻസ് ഉണ്ടാക്കുക. ഇങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുക. വെൻ ആൻ ഒബ്ജക്റ്റ് അല്ലേ, എപ്പോഴും എവിടെയാണ് ബോയൻസി ഫോഴ്സ് ഉള്ളത്? ഫ്ലൂയിഡിലാണ് ബോയൻസി ഫോഴ്സ് ഉള്ളത് അല്ലേ? ഫ്ലൂയിഡിലാണ്, ദ്രവത്തിലാണ് പ്ലവശമ ബലം ഉള്ളത്. വേറെ സോളിഡിലോ ഖരത്തിലോ ഇല്ല. എന്താണ്? ഫ്ലൂയിഡിൽ മാത്രമേ ഉള്ളൂ. ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഫ്ലൂയിഡ് ഇസ് ദ മിക്സ് ഓഫ് ലിക്വിഡ് പ്ലസ് ഗ്യാസ്. ലിക്വിഡും ഗ്യാസും ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ദ്രാവകവും വാതകവും ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ദ്രവം കിട്ടുന്നത്. അതാണ് ഫ്ലൂയിഡിന്റെ മലയാളം ദ്രവം. എന്താണ്? അപ്പം ഒരു വസ്തുവിന്റെ ബോയൻസി ആണെങ്കിൽ ബോയൻസി കാണണമെന്നുണ്ടെങ്കിൽ ആ വസ്തു ദ്രവത്തിലായിരിക്കും അല്ലേ? അപ്പോൾ വെൻ ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തു വേണ്ട എന്നാലും അതിന്റെ ബോയൻസി കാണാൻ പറ്റുള്ളൂ. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് പാർഷ്യലി ഓർ ഫുള്ളി എന്നാണ്. ഇമ്മേഴ്സ് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിരിക്കുക, ഫ്ലൂയിഡിലിരിക്കുന്നത് തന്നെയാണ് ഇമ്മേഴ്സ്ഡ് എന്ന് പറയുന്നത്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് എങ്ങനെയായിരിക്കാം? ഒന്നുപോലെ പകുതി ആയിരിക്കാം മുങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ മുഴുവനായിരിക്കും മുങ്ങിയിരിക്കുന്നത്. ചില ഒബ്ജക്ട്സ് നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ്? മൊത്തം മുങ്ങിയിട്ടില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാവും. അതേപോലെ നമ്മൾ കല്ലൊക്കെ ഇട്ടാണെങ്കിൽ മുഴുവനും മുങ്ങിപ്പോവും. അങ്ങനെയുള്ള വസ്തുക്കളും ഉണ്ടാവും. അപ്പോൾ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് പാർഷ്യലി ഓർ ഫുള്ളി ഇൻ എ ഫ്ലൂയിഡ്, ഇതാണ് ഒരു ഫ്ലൂയിഡിലാണ് സംഭവിക്കുന്നത്. എന്താണ്? ഇറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ബോയൻസി അല്ലേ? ഫ്ലൂയിഡ് ഒരു ബോയൻസി എക്സ്പീരിയൻസ് ചെയ്യും. ഈസ് ഈക്വൽ ടു, ആ ബോയൻസി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഉണ്ടോ? അപ്പോൾ ഈ ഒറ്റ സമവാക്യം പോലെ നിങ്ങൾക്ക് ഇക്വേഷൻ പോലെ ജസ്റ്റ് ഈ സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ അതിൻ്റെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. എന്താണ്? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് പാർഷ്യലി ഓർ ഫുള്ളി ഇൻ എ ഫ്ലൂയിഡ് ദ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരിക്കണം. നമുക്ക് ഇത്ര എടുക്കണുള്ളൂ. നിങ്ങൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിക്കുക. നമുക്ക് അടുത്ത നമ്മൾ ഫ്ലോട്ടേഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലോട്ടേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്ലോട്ടേഷനായിട്ട് കാണാം. താങ്ക് യു.